മണ്ണാണു ജീവൻ, മണ്ണിലാണു ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും ഇരിക്ക്. എന്ത് പറ്റി, നിങ്ങളാരും ഇരിക്കുന്നില്ലേ? ഇവിടെയെല്ലാം മണ്ണാണ് ടീച്ചർ. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത്. അതെന്താ, നിങ്ങളാരും മണ്ണിൽ കളിച്ചിട്ടില്ലേ? മണ്ണിൽ ഇരുന്നിട്ടില്ലേ? മണ്ണ് വാരിയിട്ടില്ലേ? എത്ര തവണ മണ്ണ് വാരി തിന്നിട്ട് വരേണ്ട ടീച്ചർ. ഇതെന്താ, വലുതായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മണ്ണിൽ തൊടാനും അതിൽ കളിക്കാനും ഇരിക്കാനും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മടിയുണ്ടോ? നിങ്ങൾക്കറിയാമോ, ഈ 1 സെൻറ്റിമീറ്റർ മണ്ണുണ്ടാകാൻ 1000 വർഷങ്ങൾ വേണ്ടി വരും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണോ? ഈ മണ്ണ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും ആ മണ്ണിലിരിക്കുക. ഞാൻ എങ്ങനെയാണ് മണ്ണുണ്ടായത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അനേക കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉരുകി തിളച്ചു കൊണ്ടിരുന്ന ഒരു ഗോളമായിരുന്നു. ക്രമേണ തണുത്തുറഞ്ഞ് പാറകളായി. ഈ പാറകൾക്ക് ഭൗതികമായും രാസപരമായും നിരവധി മാറ്റങ്ങൾ ഉണ്ടായി. പ്രകൃതി ശക്തികളായ ചൂടും തണുപ്പും കാറ്റും മഴയും മഞ്ഞും ഇടിമിന്നലും ഭൂകമ്പങ്ങളുമൊക്കെ പാറകൾക്ക് ക്ഷതമേൽപ്പിച്ചു. അതിൻ്റെ ഫലമായി പാറകൾ സാവധാനം തകർന്ന് പൊടി പൊടിയായി മണ്ണുണ്ടായി. ടീച്ചർ, അപ്പോൾ പാറപ്പൊടിയാണോ മണ്ണ്? അല്ല, നല്ല മണ്ണുണ്ടാകാൻ പാറ പൊടിഞ്ഞാൽ മാത്രം പോരാ. അതിന് മണ്ണിൽ വേണ്ടത്ര ജൈവാംശം ചേരണം, വായു കയറണം. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടേ നടക്കൂ. നിങ്ങൾക്കതറിയാവോ? നിങ്ങൾക്ക് മണ്ണിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് മണ്ണിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒരു യാത്ര പോകാം. ഇക്കാണുന്നതാണ് സ്റ്റേറ്റ് സോയിൽ മ്യൂസിയം ആൻഡ് സോയിൽ ഇൻഫർമേഷൻ സെൻറ്റർ. മണ്ണിൻ്റെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണിത്. 11 മണിക്കാണ് നമുക്ക് പ്രവേശനാനുമതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കൃത്യം 11 മണിയായി. എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ്. പകുതിയിലധികം പേരും അകത്ത് കടന്നു കഴിഞ്ഞു. അകത്തെത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. മണ്ണിന്റെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന മ്യൂസിയമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണത്തുള്ള കേന്ദ്ര മണ്ണ് അനലിറ്റിക്കൽ പരീക്ഷണശാലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2014 ജനുവരി 1 ഈ സ്ഥാപനം നിലവിൽ വന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയമാണ്. ഇതാണ് മ്യൂസിയത്തിൻ്റെ റിസപ്ഷൻ ഏരിയ. അസിസ്റ്റന്റ് ഡയറക്ടർ സിമി മാഡം നമ്മളെ സ്വീകരിക്കാൻ റിസപ്ഷനിൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. പ്രസീത ടീച്ചറും മുരുകരാജ് സാറും കൂടി രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യുന്നു. അതാ നമ്മളെ മ്യൂസിയത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സോയിൽ മ്യൂസിയത്തിലെ സന്തോഷ് സാറും എത്തിയിട്ടുണ്ട്. റിസപ്ഷൻ ഏരിയയിൽ സ്ഥാപിച്ചിട്ടുള്ള 2 പ്രതിമകൾ കൂടി പരിചയപ്പെട്ടിട്ട് അകത്തേക്ക് കയറാം. ഇത് മണ്ണുശാസ്ത്രത്തിന്റെ പിതാവായ വാസിലി വാസിലേവിച്ച് ഡോക്കുച്ചേവിന്റെ പ്രതിമയാണ്. അദ്ദേഹമാണ് റഷ്യയിൽ മണ്ണുശാസ്ത്രം വികസിപ്പിച്ചെടുത്തത്. വ്യത്യസ്ത ഇനം മണ്ണിന്റെ വിശാലവും ഭൂമിശാസ്ത്രപരവുമായ അന്വേഷണങ്ങൾ നടത്തിയ ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം. ഇത് ഇന്ത്യൻ മണ്ണുശാസ്ത്രത്തിലെ പിതാവായ ഡോക്ടർ ജോൺ വാൾട്ടർ ലൂതർ ആണ്.
ബ്രിട്ടീഷ് അഗ്രികൾച്ചറൽ കെമിസ്റ്റ് ആയിരുന്ന ഇദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്പീരിയൽ അഗ്രികൾച്ചറൽ കെമിസ്റ്റ് ആയിരുന്നു. ഇന്ത്യൻ ഇമ്പീരിയൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയത്തിലാണ്. വ്യത്യസ്ത തരം മണ്ണിനങ്ങളെക്കുറിച്ചും മണ്ണിൻ്റെ പ്രാദേശിക വ്യതിയാനങ്ങളെക്കുറിച്ചും അറിയാനും അവ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളും കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിലുള്ള മണ്ണിൻ്റെ സ്വാധീനവും മനസ്സിലാക്കാൻ ഈ പഠനയാത്ര ഉപകരിക്കുമെന്നതിൽ സംശയമില്ല. മാതൃവസ്തുക്കൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജൈവ ഘടകങ്ങൾ, സമയം എന്നിങ്ങനെ 5 ഘടകങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് രൂപപ്പെടുന്നത്. മണ്ണ് രൂപപ്പെടുന്ന 5 ഘടകങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ പെഡോണുകൾ രൂപം കൊള്ളുന്നു. ഈ പ്രവർത്തനത്തെ പെഡോജെനിസിസ് എന്നു പറയുന്നു. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണിത്. മിക്ക സ്ഥലങ്ങളിലും മണ്ണ് രൂപം കൊള്ളുന്നത് പാളികളായിട്ടാണ്. മണ്ണിൻ്റെ ഇത്തരത്തിലുള്ള രൂപീകരണത്തെയാണ് ഹൊറിസോൺ എന്നു പറയുന്നത്. കേരളത്തിൽ കണ്ടുവരുന്ന ഏതാണ്ട് എല്ലാ മണ്ണിനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മണ്ണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ മണ്ണിനവും അതുണ്ടായിരുന്ന തറയിൽ നിന്നും അതിൻ്റെ സ്വാഭാവിക ഘടകങ്ങളും ഭാഗങ്ങളും നഷ്ടമാകാതെ കുഴിച്ചെടുത്ത ശേഷം 1 മാസമോ അതിൽ കൂടുതലോ കാലം പ്രോസസ്സ് ചെയ്ത ശേഷമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതോടൊപ്പം ഓരോ മണ്ണിനത്തിൻ്റെയും പൂർണ്ണ വിവരങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. മണ്ണ് പരമ്പരയുടെ ഭൗതിക സ്വഭാവം, അതെവിടെ നിന്ന് ലഭിച്ചു, ആ മണ്ണിലെ ജൈവഘടന, അത് ഏത് വിളയ്ക്കാണ് അനുയോജ്യം, ഈ മണ്ണ് കാണപ്പെടുന്ന പ്രദേശത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും തുടങ്ങിയ മണ്ണ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും മണ്ണിനോടൊപ്പം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തെക്കുറിച്ചും മണ്ണിനങ്ങളെക്കുറിച്ചും അറിയുന്നതിനു വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടർ സിമി മാഡത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഒരു വലിയ സോയിൽ മ്യൂസിയം കൂടിയാണ്. ഇതിന് നമ്മൾ മോണോലിത്തുകൾ എന്ന് പറയും. ഇതിൻ്റെ നമ്പർ വെച്ചിട്ടാണ് മ്യൂസിയത്തിൻ്റെ സൈസ് പറയുന്നത്. നമുക്ക് 102 മോണോലിത്തുകളുണ്ട്. അതുകൊണ്ടാണ് ബിഗ്ഗസ്റ്റ് സോയിൽ മ്യൂസിയം കൂടി. പാലക്കാട് ചിറ്റൂർ ഏരിയയിൽ ബ്ലാക്ക് സോയിലുണ്ട്. അതിൻ്റെ പ്രൊഫൈലാണിത്. ബ്ലാക്ക് സോയിൽ ഇതുണ്ട്. only one alkaline soil in Kerala. നിങ്ങൾ നോക്കിയാൽ അറിയാം, ബാക്കി എല്ലാത്തിനും pH <7 ആണ്. ഈ ഒരെണ്ണം മാത്രമാണ് pH <7. ഇന്ത്യയിൽ എവിടെയാ ബ്ലാക്ക് സോയിൽ ഉള്ളത്? ഡെക്കാൻ റീജിയൻ അല്ലേ, മഹാരാഷ്ട്ര ആ റീജിയനിലൊക്കെ നമുക്ക് ബ്ലാക്ക് സോയിൽ ആണുള്ളത്. പേര് തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാണ്. കോട്ടൺ കൃഷിക്കും ഗ്രൗണ്ട് നട്ട് കൃഷിക്കും കൊള്ളാം. ഈ വൈറ്റ് ആയിട്ട് കാണുന്നതൊക്കെ കുമ്മായത്തിന്റെ ഡെപ്പോസിറ്റ് ആണ്. ഇത് വെറ്റ് ആകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, ഡ്രൈ ആകുമ്പോൾ ഹാർഡായി ക്രാക്ക് ചെയ്യും. ഭൂമി കരയായി കാണുന്നിടത്തൊക്കെ വളക്കൂറുള്ള മണ്ണാണെന്ന് ധരിക്കരുത്. കരയുടെ 28% നിതാന്ത വരൾച്ച നേരിടുന്ന മരുഭൂമിയാണ്. ധാതുക്കളും പോഷകങ്ങളും ഇല്ലാത്ത വന്ധ്യഭൂമി 23% വരും. 22% ഭൂമിയിലെ മണ്ണ് വളരെ നേർത്തതും 10% ഭൂമിയിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതുമാണ്. 6% ഭൂമിയിലെ സ്ഥിരമായി മഞ്ഞുപാളികളാൽ മൂടിക്കിടക്കുന്നതുമാണ്. ധാതുക്കളും പോഷകങ്ങളും ഇല്ലാത്ത വന്ധ്യഭൂമി 23% വരും. 22% ഭൂമിയിലെ മണ്ണ് വളരെ നേർത്തതും 10% ഭൂമിയിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതുമാണ്. 6% ഭൂമിയിലെ സ്ഥിരമായി മഞ്ഞുപാളികളാൽ മൂടിക്കിടക്കുന്നതുമാണ്. ശേഷിക്കുന്ന 11% കൃഷിക്ക് യോഗ്യമായുള്ളൂ. ഏത് കൃഷിക്കും വിത്തിറക്കുന്ന മണ്ണ് പ്രധാനപ്പെട്ടതാണ്. മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ കിണ്ണം നിറയെ ചോറുണ്ണ എന്ന് പഴമൊഴി കേട്ടിട്ടില്ലേ? ഒട്ടേറെ ജൈവരാസ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് മണ്ണ്. ഗുണമേന്മയുള്ള മണ്ണിൽ 45% ധാതുലവണങ്ങളും 5% ജൈവ വസ്തുക്കളും ഉണ്ടാവണം. അവശേഷിക്കുന്നതിൽ 25% ഭാഗം വായുവും 25% ജലവും ഉണ്ടാവണം. ഇതാണ് നല്ല മണ്ണിൻ്റെ ലക്ഷണം.
കേരളത്തിൽ പ്രധാനമായും കണ്ടുവരുന്ന ധാതുക്കളുടെയും ധാതു മിശ്രണങ്ങളായ ശിലകളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആകെ വിസ്തൃതിയിൽ 35,955 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം കഠിനമായ പാറപ്പരലുകളാലും ബാക്കിയുള്ളത് മൃദുലമായ അവശിഷ്ടങ്ങളാലും നിർമ്മിതമാണ്. ഹെമറ്റൈറ്റ് കണ്ടോ, എന്ത് കളറാണ്? ഒരു ഡാർക്ക് റെഡിഷ് എന്നൊക്കെ പറയാം അല്ലെ. ഇത് വെതർ ചെയ്താണ് ഏതുണ്ടാകുന്നത്? റെഡ് സോയിൽ ഉണ്ടാകുന്നത്. വേറൊരു അയൺ കണ്ടെയ്നിങ് മിനറൽ ആണ് മാഗ്നറ്റൈറ്റ്. ആദ്യമായിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചത് മാഗ്നറ്റൈറ്റിലാണ്. പിന്നെ ഇവിടെ കോഡ്സ് ഉണ്ട്. നമ്മുടെ ക്ലോക്കിലൊക്കെ കോഡ്സ് ക്ലോക്ക് ഉപയോഗിക്കില്ലേ? കോഡ്സ് ക്ലോക്ക് അല്ലേ, ഇതൊരു മിനറലാണ്. മോസ്റ്റ് റെസിസ്റ്റന്റ് മിനറൽ ടു വെതറിംഗ് ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കും. ഇനി ഇവിടെ ഇതുപോലെ മൈക്ക ഷീറ്റ് കണ്ടിട്ടുണ്ടോ? അതൊരു മിനറാണ്. ഇവിടെ ഇത് പ്രോസസ് ചെയ്താണ് ഇതിൽ പണ്ട് ഫേർണിച്ചറിലൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കും. ഇത് ഒട്ടിച്ചിരിക്കുന്നത് ഈ റെഡ് കളറിൽ കാണുന്നില്ലേ, അത് ഈ മൈക്ക പ്രോസസ് ചെയ്തതാണ്. പിന്നെ ആസ്ബെസ്റ്റോസ് ഒരു മിനറലാണ്. അത് ആസ്ബെസ്റ്റോസിന്റെ അതിന്റെ സാമ്പിളും ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടിക്കുക, ബസോൾട്ട് കണ്ടിക്കുക. ഹെമറ്റൈറ്റ് ഈ കരിമണലും അതിലൊന്ന് വേർതിരിച്ചെടുത്തതുകൊണ്ട്. വേറെ ഇനി ജിപ്സം ഉണ്ട്, കങ്കാർ, കാൽഷ്യം കാർബൺ, ലൈം സ്റ്റോണും ഉണ്ട്. ഈ ഗുഹയിൽ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത് മിനറൽസ് ആണ്. അവിടെ ഗ്ലാസ് ബോക്സിൽ എല്ലാ മിനറൽസും നമ്മൾ കണ്ടതാണ്. എന്നാൽ അവയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഈ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മണ്ണിനങ്ങളാണ്. മണ്ണിൻ്റെ നിറം, ഘടന തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളെ പഠന സൗകര്യത്തിനായി തരംതിരിച്ചിട്ടുണ്ട്. എക്കൽ മണ്ണ്, കരിമണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പീറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, മരുഭൂമിയിലെ മണ്ണ്, ചുണ്ണാമ്പ് മണ്ണ്, കളിമണ്ണ്, മണൽ, പശ്ചിമരാശി മണ്ണ് എന്നിങ്ങനെ എല്ലാത്തരം മണ്ണും കണ്ട് മനസ്സു നിറയ്ക്കാൻ പറ്റുന്ന ഒരിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹാർഡ് കോപ്പി രൂപത്തിലാണ് കേന്ദ്രം മണ്ണിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. കേന്ദ്രം പ്രസിദ്ധീകരിച്ച മാപ്പുകളുടെയും റിപ്പോർട്ടുകളുടെയും ഡിജിറ്റൽ ഫയലുകളും ഇവിടെയുണ്ട്. വനത്തിലെ സസ്യങ്ങൾക്ക് കീഴിൽ വികസിപ്പിച്ചെടുത്ത മണ്ണിൽ നിന്നാണ് പല കാർഷിക മണ്ണുകളും ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. മണ്ണിലെ പോഷക ഘടകങ്ങൾ എന്തെല്ലാമെന്നും അവയുടെ അപര്യാപ്തത മൂലവും അതിപ്രസരം മൂലവും സസ്യങ്ങൾക്കുണ്ടാകുന്ന വളർച്ചാ പിഴവുകളും നേട്ടങ്ങളും ഓരോ സസ്യത്തിനും വളർച്ചയ്ക്ക് അനുയോജ്യമായ മൂലകം ഏതെന്നും വിശദീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ഉൽപാദന വർധനയ്ക്ക് വേണ്ടി കർഷകർ പ്രയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും മണ്ണിനെ വിഷലിപ്തമാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മണ്ണിൽ വിളയിച്ചെടുക്കുന്ന വിളകളിൽ മാരകമായ തോതിൽ വിഷാംശം കലർന്നിരിക്കും. ഇത് ഭക്ഷിക്കുന്ന മനുഷ്യരിൽ ഗുരുതരമായ പല രോഗങ്ങളും ഉണ്ടാകും. ഇക്കാണുന്നതാണ് കേരളത്തിലെ അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾ. മണ്ണ്, ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കി കരവിഭവങ്ങളെ വേർതിരിച്ചു കൊണ്ടുള്ള കാർഷിക പരിസ്ഥിതി യൂണിറ്റുകളാണ് അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റ്. കേരളത്തിൽ 13 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളാണ് ഉള്ളത്. ഓണാട്ടുകര, തീരദേശങ്ങൾ, തെക്കൻ ഇടനാട്, മധ്യ ഇടനാട്, വടക്കൻ ഇടനാട്, മലപ്പുറം, മലയോരം, പാലക്കാടൻ സമതലം, നേർത്ത ചെമ്മണ്ണ് പ്രദേശം, ചിറ്റൂർ കറുത്ത മണ്ണ്, കുട്ടനാട്, കരിനിലങ്ങൾ, എക്കൽ മണ്ണ്, ഹൈ റേഞ്ച് എന്നിവയാണ് നമ്മുടെ അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾ.
നമ്മുടെ നാട് വിവിധ ഭൂവിഭവങ്ങളാൽ സമ്പന്നമാണ്. വൈവിധ്യമാർന്ന ഈ ഭൂവിഭവങ്ങൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, സംസ്കാരം, ജൈവ വൈവിധ്യം എന്നിവയെക്കുറിച്ച് കേരളത്തെ സവിശേഷവും വിഭവസമൃദ്ധവുമായ സംസ്ഥാനമാക്കി മാറ്റുന്നു. ഇതിനുവേണ്ടി ഭൂവിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. പൊക്കാളി പാടമാണ് ഈ കാണുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ പേരിലാണ് ഈ കൃഷിയിടത്തെ അറിയപ്പെടുന്നത്. വെള്ളപ്പൊക്കത്തെയും വെള്ളക്കെട്ടിനെയും അതിജീവിക്കാൻ ശേഷിയുള്ള നെല്ലിനമാണ് പൊക്കാളി. പൊക്കത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ഇതിനെ പൊക്കാളി എന്ന് വിളിക്കുന്നു. വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലത്ത് പൊക്കാളിപ്പാടം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൊക്കാളി കൃഷി ഇറക്കുന്നത്. കേരളത്തിൻ്റെ മറ്റൊരു പ്രധാന നെല്ലുൽപാദന മേഖലയാണ് കോൾപ്പാടങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന വയൽപ്രദേശങ്ങളാണിവ. കിഴക്കൻ മലകളിൽ നിന്നും മഴവെള്ളത്തോടൊപ്പം ഒഴുകി വരുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടുകയും കൃഷിക്ക് അനുയോജ്യമാവുകയും ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 0.5 മുതൽ 1 മീറ്റർ വരെ താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന ഇവിടെ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു. സമ്പന്നമായ തണ്ണീർത്തട ജൈവവ്യവസ്ഥ കൂടിയായ ഇവ ഒട്ടനവധി ജനസുകളിലെ ശുദ്ധജല മത്സ്യങ്ങൾക്കും ചെമ്മീൻ, തവള, ഞവണി, കക്ക, ഞണ്ട് എന്നിവയ്ക്കും പാമ്പ്, കീരി, നീർനായ പോലുള്ള സസ്തനികൾക്കും സ്ഥിരവാസികളും ദേശാടനക്കാരുമായ നിരവധി പക്ഷികൾക്കും ആവാസ കേന്ദ്രമാണ്. മഴക്കാലത്തിനു ശേഷം പാടത്തെ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞാണ് കൃഷിക്ക് നിലമൊരുക്കുന്നത്. പഴയകാലത്ത് പൽചക്രങ്ങൾ ഘടിപ്പിച്ച തേവ് യന്ത്രം ചവിട്ടിയായിരുന്നു വെള്ളം മാറ്റിയിരുന്നത്. അതിൻ്റെ ഒരു മോഡലും ഇവിടെ കാണാം. തൃശൂർ ജില്ലയിലെ കോൾപ്പാടത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും 80 സെൻറ്റിമീറ്റർ താഴ്ചയിൽ നിന്ന് ലഭിച്ച ഫോസിൽ രൂപം പ്രാപിക്കാറായ ഒരു മര അവശിഷ്ടമാണത്. ഈ മരക്കഷ്ണം കാണപ്പെട്ട പ്രദേശം ഒരു കാലത്ത് കരഭൂമി ആയിരുന്നിരിക്കാം എന്നതിൻ്റെ സൂചനയാകാം ഇത്. ലഭ്യമാകുന്ന ജലം പാഴാക്കാതെ വലിയ ജലാശയത്തിലേക്ക് എത്തിച്ച് കൃഷിക്കും മറ്റ് നിത്യ ഉപയോഗ ആവശ്യങ്ങൾക്കും ഫലപ്രദമായി വിനിയോഗിക്കാൻ സംവിധാനം ചെയ്യുന്ന രീതിയാണ് വാട്ടർഷെഡ് മാനേജ്മെന്റ്. നീർത്തട രൂപരേഖയും സംയോജിത പരിപാലനവും എന്ന ആശയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനായി പ്രദർശിപ്പിച്ചിരിക്കുന്ന നീർത്തട മാതൃകയാണിത്. ഇക്കാണുന്നതൊക്കെ സോയിൽ സർവേ ടൂൾസ് ആണ്. പാരിസ്ഥിതിക പഠനം, മണ്ണിൻ്റെ ഗുണസവിശേഷതകൾ കണ്ടെത്തൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ മണ്ണുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണിവ. ഇവയിൽ പലതും നമുക്ക് ചിരപരിചിതങ്ങളാണ്. എന്നാൽ സോയിൽ ആങ്കർ, സോയിൽ പ്രോബ്, പെനട്രോമീറ്റർ, സോയിൽ സാമ്പ്ലർ, സോയിൽ pH മീറ്റർ, സോയിൽ തെർമോമീറ്റർ, സോയിൽ ടെസ്റ്റ് കിറ്റ്, GPS ഡിവൈസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മീറ്റർ, മോയ്സ്ചർ മീറ്റർ എന്നിവയൊക്കെ നമുക്ക് കണ്ടുപരിചയം ഇല്ലാത്തവയാണ്. മനുഷ്യർ മാത്രമല്ല, കോടാനുകോടി ജീവജാലങ്ങളും മണ്ണിൽ ജീവിക്കുന്നുണ്ട്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നവയും പറ്റാത്തവയും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ മണ്ണിനെ മലിനമാക്കുന്നതും ഉപദ്രവിക്കുന്നതും മനുഷ്യർ മാത്രമാണ്. തനിക്ക് ആവശ്യമില്ലാത്തവയെല്ലാം വലിച്ചെറിയാനും കുഴിച്ചു മൂടാനുമുള്ള ഒരു ഇടമായിട്ടാണ് മനുഷ്യർ മണ്ണിനെ കാണുന്നത്. നമ്മുടെ ഉപഭോഗത്തിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾ പരിസ്ഥിതി സൗഹൃദമായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ലാത്തതാണ് ഇതിനു കാരണം. നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലധികവും പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ളതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുന്നത് അലങ്കാരമായി കാണുന്നവരാണ് ഇന്നുള്ളത്. പാറക്കെട്ടുകൾ പൊട്ടിച്ചു നിരത്തിയും കൃഷിനിലങ്ങൾ മണ്ണിട്ടു മൂടിയും മലയും കുന്നുകളും ഇടിച്ചു നിരത്തിയും കെട്ടി ഉയർത്തുന്ന ബഹുനില കെട്ടിടങ്ങളും നാഗരികതയും തലയ്ക്കുമീതെ തൂങ്ങിയാടുന്ന വാളാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വിത്തുകുത്തി ഉണ്ണുന്നതിന് തുല്യമാണ്. മണ്ണിന്റെ പോഷകസമ്പുഷ്ടമായ മേൽഭാഗം ഒലിച്ചു പോകുന്നതിനെയാണ് മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പരിസ്ഥിതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത്.
മനുഷ്യന്റെ പ്രകൃതിക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് മണ്ണൊലിപ്പിന് പ്രധാന കാരണം. മരങ്ങൾ വെട്ടി നിരത്തിയും കുന്നുകൾ ഇടിച്ചു നിരത്തിയും വൻ സൗധങ്ങളും ഫാക്ടറികളും മറ്റും പണിതുയർത്തുമ്പോൾ അത് പ്രകൃതിയോടും വരും തലമുറയോടും ചെയ്യുന്ന കടുത്ത ദ്രോഹമായി മാറുന്നു. ഇന്ത്യയിൽ ഏകദേശം 600 കോടി ടൺ മേൽമണ്ണ് പ്രതിദിനം ഒലിച്ചും പൊടിക്കാറ്റിൽ പറന്നും നഷ്ടമാവുന്നുണ്ടത്രേ. വിൽപ്പന ചർച്ചയ്ക്കെന്ന നിലയിൽ മണ്ണ് മാറ്റപ്പെടുന്നതിൻ്റെ കണക്കെടുത്താൽ അതിഭീമമായിരിക്കും. മണ്ണൊലിപ്പ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തുന്നതിനോടൊപ്പം കാർഷിക വിഭവങ്ങളുടെ ഉൽപ്പാദനത്തിലും ഭൂഗർഭജലത്തിൻ്റെ അളവിലും വലിയ കുറവ് വരുത്തുന്നു. മണ്ണും ജലവും പരസ്പര പൂരകങ്ങളായ പ്രകൃതി വിഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവയൊന്നിൻ്റെ സംരക്ഷണം മറ്റൊന്നിന് ഗുണകരമായിരിക്കും. വളരെ കുത്തനെയുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയിൽ സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് 5.76 ലക്ഷം ഹെക്ടറും കടുത്ത മണ്ണൊലിപ്പിന് വിധേയമാണ്. ശരിയായ ലാൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം സ്വീകരിക്കലും ശാസ്ത്രീയമായ മണ്ണ് സംരക്ഷണവും പ്രകൃതി വിഭവങ്ങളുടെ യുക്തിസഹമായ മാനേജ്മെൻറ്റ് മാത്രമാണ് ഇതിന് പോംവഴി. അത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും വിവേകപൂർണമായ പരിപാലനവും സുസ്ഥിര കൃഷിരീതികളും പരിചയപ്പെടുത്തുന്നതിനായി വ്യത്യസ്തമായ മണ്ണ് ജല സംരക്ഷണ രീതികളുടെ മാതൃകകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മഴക്കാലത്ത് കിട്ടുന്ന ജലം വേനൽക്കാലത്തേക്ക് ശേഖരിച്ചു വെക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ സംഭരണി മണ്ണ് തന്നെയാണ്. ഭൂമിയുടെ ചരിവും മണ്ണിൻ്റെ സ്വഭാവവും അനുസരിച്ച് ഉൾക്കൊള്ളാവുന്നത്ര മഴവെള്ളം വീഴുന്നിടത്ത് തന്നെ സംഭരിക്കുന്ന രീതികളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. മണ്ണ് കയ്യാല. മിതമായ ചരിവുള്ള പ്രദേശങ്ങളിൽ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന തിട്ടകളാണിവ. കൈത, പുല്ല് എന്നിവ ബണ്ടുകളിൽ നട്ടുപിടിപ്പിച്ച് കയ്യാലകൾ ബലപ്പെടുത്തുന്നു. കല്ലെടുക്ക് തടയണ. അതത് പ്രദേശത്ത് സുലഭമായി ലഭിക്കുന്ന കല്ലുകൾ പരസ്പരം തെന്നിപ്പോകാതെ ചാലിന് കുറുകെ അടുക്കി പണിയുന്ന തടയണകളാണിത്. മുകൾ ഭാഗം സിമന്റ് പ്ലാസ്റ്റർ ചെയ്യുന്നു. കുത്തൊഴുക്കുകളുള്ള പ്രദേശങ്ങളിൽ ജലനിർഗമനത്തിന്റെ വേഗത ക്രമീകരിച്ച് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുവാനും ഭൂഗർഭ ജലവിധാനം ഉയർത്തുവാനും സാധിക്കുന്നു. വൃക്ഷത്തടങ്ങൾ. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി വൃത്താകൃതിയിൽ തടമെടുക്കുന്നു. തടങ്ങളിൽ തൊണ്ട് അടുക്കിയാൽ ദീർഘകാലം ഈ ഈർപ്പം നിലനിൽക്കാൻ സാധിക്കും. പാഴ്ത്തടി തടയണ. നീർച്ചാലുകളിലും തോടുകളിലും ഒഴുകിപ്പോകുന്ന വെള്ളത്തെ ഭാഗികമായി തടഞ്ഞു നിർത്താൻ ഇത് സഹായിക്കുന്നു. നീർച്ചാലുകൾക്ക് കുറുകെ ഉണങ്ങിയ പാഴ്ത്തടികൾ കൂട്ടിക്കെട്ടി കമ്പുകൾ നാട്ടിയ ശേഷം കമ്പുകൾക്കിടയിൽ ചുള്ളികൾ, പുല്ല് എന്നിവയിട്ട് കമ്പുകൾ കെട്ടി ബലപ്പെടുത്തുന്നു. ഉപ്പുവെള്ള നിയന്ത്രണ സംവിധാനം. സമുദ്രനിരപ്പിലും താഴ്ന്ന കുട്ടനാട്, കോൾനിലങ്ങൾ, കൈപ്പാട്, പൊക്കാളി, പാടശേഖരം എന്നിവിടങ്ങളിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിക്കുന്ന തടയണകളാണിവ. തളിക്കൽ ജലസേചനം. യന്ത്രത്തിന്റെ സഹായത്താൽ ജലം ചുറ്റിയടിച്ച് ഒരു നിശ്ചിത പരിധിക്കകത്ത് നിശ്ചിത അളവ് ജലം നൽകുന്ന രീതിയാണിത്. തേയില, കാപ്പി, പുൽകൃഷി എന്നിവയ്ക്കാണ് ഈ രീതി അനുയോജ്യം. ഗ്രേഡഡ് ബണ്ട്. കനത്ത മഴ ലഭിക്കുന്ന ചരിവുള്ള പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനോടൊപ്പം അധിക ജലം സുരക്ഷിതമായി ഒഴുക്കിക്കളയാനുള്ള മാർഗമാണിത്. ജൈവവേലി. ചരിവുകൾക്ക് കുറുകെ ഓരോ കൃഷിയിടത്തിനും യോജിച്ച തരത്തിലുള്ള സസ്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വേലിയാണിത്. മഴക്കുഴികൾ. ചരിവിന് കുറുകെ ഇടവിട്ട് കുഴികൾ എടുക്കുന്നു. മഴവെള്ളം കുഴിയിൽ തങ്ങി നിൽക്കുകയും മണ്ണിൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചെലവ് കുറഞ്ഞ ജലസംരക്ഷണ മാർഗമാണിത്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് അനുയോജ്യമല്ല. അകത്തേക്ക് ചരിവുള്ള വേദികകൾ. 33% വരെ ചരിവുള്ള പ്രദേശങ്ങൾക്ക് പറ്റിയ മണ്ണൊലിപ്പ് നിവാരണ മാർഗം അകത്തോട്ട് ചരിവുള്ള ഓരോ തട്ടിലും സംഭരിക്കുന്ന മഴവെള്ളം ഭൂമിക്കുള്ളിലേക്ക് ഊർന്നിറങ്ങുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത്. കമുകിൻ തടികൾ ഉപയോഗിച്ച് തോടുകളുടെ പാർശ്വഭിത്തി നിർമ്മിച്ച് വെള്ളം ഒഴുക്കിവിടുന്ന രീതിയുടെ മോഡലാണിത്. പ്രകൃതി സൗഹൃദ ജലപരിപാലന രീതിയാണിത്. ഇവിടെ മനോഹരമായ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ മാതൃകയാണ് നൽകിയിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഇത്തരം നൈസർഗിക ജീവി സമൂഹത്തിന് മാത്രമേ മണ്ണിനെയും പ്രകൃതിയും ഒരുമിച്ച് ഒരിടത്ത് പിടിച്ചു നിർത്താനും സംരക്ഷിക്കാനും കഴിയൂ. ഈ ബോധ്യത്തിൽ നിന്നും ഉണ്ടായതാണ് സുസ്ഥിര വികസനം എന്ന ആശയം. അതായത് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രകൃതിയുടെ കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തിന് ഉദാഹരണമായിട്ടാണ് ഇവിടെ ഈ ഗ്രാമീണ അന്തരീക്ഷം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തരം ജന്തു ജീവജാലങ്ങളുടെ പ്രജനന പ്രദേശമാണ് കാവുകൾ. മണ്ണിനെ ചൈതന്യവത്താക്കുന്ന ഭക്ഷ്യശൃംഖല നിലനിൽക്കുന്ന ഒരു കാവിൻ്റെ മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അനേകം സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികൾക്കും പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥ നൽകിക്കൊണ്ട് പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നത് കാവുകളാണ്. ജലസമ്പത്തിനെ പരിപോഷിപ്പിക്കുകയും വായുവിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാവുകൾ ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ്. കേരളത്തിൽ ചെറുതും വലുതുമായി ഒട്ടനവധി കാവുകളുണ്ട്. ഇവയിൽ ഏറ്റവും വലുത് 54.76 ഏക്കർ വിസ്തൃതിയിലുള്ള കമ്മടം കാവാണ്. ഇത് കാസർഗോഡ് ജില്ലയിലെ ഭീമനടി വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാവി തലമുറയുടെ സുരക്ഷിതത്വത്തിന് മണ്ണിനെക്കുറിച്ചുള്ള അറിവ് സഹായകമാണ്. ഇന്ന് ഫോറൻസിക് പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പ്രധാന അളവുകോലായി മണ്ണിനെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏതൊരാളുടെയും ശരീരത്തിലടങ്ങിയിരിക്കുന്ന മണ്ണിൻ്റെ ഘടകങ്ങൾ പരിശോധിച്ചാൽ അവൻ ഏതു പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം പരിശോധനകൾക്ക് സഹായകമാകുന്നത് മണ്ണ് മ്യൂസിയങ്ങളാണ്. ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിലൂടെ ഒരു കാർഷിക പ്രദേശത്തെ മണ്ണ് മുഴുവൻ നഷ്ടപ്പെട്ടാൽ ആ പ്രദേശത്തെ പിന്നീട് കാർഷിക യോഗ്യമാക്കി തീർക്കണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മണ്ണിൻ്റെ ജൈവിക ഘടകങ്ങളും ധാതു ലവണങ്ങളുടെ സാന്നിധ്യവും തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് ഇത്തരം മ്യൂസിയങ്ങളെയാണ് നാം ആശ്രയിക്കുന്നത്. മണ്ണിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ അപ്പാടെ മാറ്റിമറിക്കുന്ന മാന്ത്രികതയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ താങ്ങി നിർത്താനുള്ള വെറും ഒരു പ്രതലമല്ല, മറിച്ച് അനേകം കോടി സസ്യജന്തുജാലങ്ങളുടെ ജീവന്റെ തുടിപ്പിനെ നിലനിർത്തുന്ന ആവാസ വ്യവസ്ഥയാണ് മണ്ണെന്ന തിരിച്ചറിവുണ്ടാക്കി തരാൻ ഈ പഠനയാത്രയ്ക്ക് കഴിഞ്ഞു. മണ്ണ് മ്യൂസിയം എന്ന് കേട്ടപ്പോൾ മണ്ണിനും ഒരു മ്യൂസിയമോ എന്ന ലാഘവത്തോടെ വന്ന ഞങ്ങൾക്കിപ്പോൾ മണ്ണ് മ്യൂസിയത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും നന്നായി ബോധ്യമായി. അതിന് ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. മണ്ണറിവ് എന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസീത ടീച്ചറിനോടും ഒരിക്കലും മറക്കാത്ത മറന്നുകൂടാത്ത ഈ പഠനയാത്രയ്ക്ക് സമ്മതം നൽകി ഞങ്ങളെ അയച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ രാജ്കുമാർ സാറിനോടും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ യാത്രയ്ക്ക് മേൽനോട്ടം വഹിച്ച മുരുകരാജ് സാറിനോടും ക്യാമറ കണ്ണിലൂടെ മണ്ണിനെ പകർത്തിയ സാവിത്രി ടീച്ചറിനോടുമുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇനി നന്ദി പറയേണ്ടത് സോയിൽ മ്യൂസിയം അസിസ്റ്റന്റ് ഡയറക്ടർ സിമി മേഡത്തോടാണ്. ഇവിടെ എത്തിയ ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് ഇവിടുത്തെ ഓരോ പ്രദർശന വസ്തുവിനെക്കുറിച്ചും വിശദമായി പറഞ്ഞു തന്ന് മണ്ണിനെ സ്നേഹിക്കാനും ലാളിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കിയ മേഡത്തോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതി വരില്ല. മേഡത്തോടും ഈ സ്ഥാപനത്തിലെ മറ്റെല്ലാ ജീവനക്കാരോടും കരകുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ +2 ഹ്യൂമാനിറ്റീസ് ബാച്ചിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ചവിട്ടി നിൽക്കാൻ മണ്ണ് വേണം, സ്വയം വളരാനും മറ്റുള്ളവരെ വളർത്താനും. മണ്ണില്ലെങ്കിൽ നമ്മളില്ല. മണ്ണാണു ജീവൻ, മണ്ണിലാണു ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ.